വെറും 500 രൂപ നിക്ഷേപിച്ചു തുടങ്ങാം. പ്രവാസികൾക്കും കിട്ടും കൈനിറയെ പെൻഷൻ. പ്രവാസം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ മികച്ച പെൻഷൻ ലഭിക്കാനുള്ള വഴി ഇതാ. നമസ്കാരം, ഞാൻ അഭിലാഷ് ജി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസികൾ. കുടുംബത്തിനായി കുടുംബത്തെ വിട്ട് അന്യനാടുകളിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ് പ്രവാസികൾ. ഒരു കാലത്ത് പ്രവാസം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ മാസാമാസം ഒരു നിശ്ചിത തുക പെൻഷനായി കിട്ടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. പ്രവാസിയായി ഒരുപാട് കാലം ജോലിയൊക്കെ ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്താനും കുടുംബത്തോടൊപ്പം സന്തോഷമായി കഴിയാനും ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് അവരുടെ റിട്ടയർമെൻറ്റ് കാലത്ത് സർക്കാർ ജീവനക്കാരെ പോലെ പെൻഷൻ വാങ്ങാൻ കഴിയുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPS. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ആകർഷകമായ പെൻഷൻ പദ്ധതിയാണിത്. വളരെ ചുരുങ്ങിയ തവണകൾ അടച്ചു തന്നെ പദ്ധതിയുടെ ഭാഗമാകാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രവാസികൾക്ക് എന്ന പോലെ നാട്ടിലുള്ളവർക്കും NPSൽ നിക്ഷേപം നടത്താം. പ്രവാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ജോലിയൊക്കെ മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ വളരെ മികച്ച പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ് NPSന്റെ ആകർഷണം. നിക്ഷേപകർക്ക് തന്നെ ഏത് പെൻഷൻ ഫണ്ട് വേണമെന്നത് തീരുമാനിക്കാം. NPSലൂടെ വരുന്ന തുക ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് വളർച്ച ഉറപ്പാക്കാൻ LIC പെൻഷൻ ഫണ്ട്, SBI പെൻഷൻ ഫണ്ട് എന്നിവയടക്കം 7 ഫണ്ട് മാനേജർമാരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPSൽ ആർക്കൊക്കെ നിക്ഷേപിക്കാം? 18നും 70നും ഇടയിൽ പ്രായമുള്ള പ്രവാസികൾ ഉൾപ്പെടെ ഏത് ഇന്ത്യൻ പൗരനും നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPSൽ ചേർന്ന് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഭാവിക്കായി നിക്ഷേപം തുടങ്ങാം. 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും. 60 വയസ്സിന് ശേഷവും പദ്ധതിയിൽ ചേരാം. അവർക്ക് പദ്ധതിയിൽ ചേർന്ന് 3 വർഷങ്ങൾക്ക് ശേഷം പെൻഷൻ ലഭിക്കും. ഏത് നിക്ഷേപത്തിലും എന്ന പോലെ എത്രയും നേരത്തെ പദ്ധതിയിൽ ചേരുന്നുവോ അത്രയും കൂടുതൽ വരുമാനം ഉറപ്പാക്കാം എന്നതാണ് ഈ പദ്ധതിയുടെയും നേട്ടം. പ്രവാസികൾക്ക് പദ്ധതിയിൽ ചേരാനുള്ള ഏറ്റവും കുറഞ്ഞ തുക 500 രൂപയാണ്. ഒരു വർഷം കുറഞ്ഞത് 6000 രൂപയെങ്കിലും നിക്ഷേപിക്കണം. നാട്ടിലുള്ളവർക്ക് ഇത് 1000 രൂപയാണ്. പ്രവാസികൾക്ക് NPSൽ എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. NRE, NRO ബാങ്ക് അക്കൗണ്ടുകളിലൂടെ NPSൽ നിക്ഷേപം നടത്തുകയും ചെയ്യാം. 18നും 70 വയസ്സിനും ഇടയിലുള്ള പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പറുള്ള പ്രവാസികൾക്ക് പദ്ധതിയുടെ ഭാഗമാകാം. ആധാർ നമ്പർ, ക്യാൻസൽ ചെയ്ത ചെക്ക് അല്ലെങ്കിൽ പാൻ, പാസ്പോർട്ട് എന്നിവയാണ് ആവശ്യമായ രേഖകൾ. NPSൽ ചേർന്നാൽ ആദായ നികുതി ഇളവ് ലഭിക്കുമോ? ആദായ നികുതി വകുപ്പ് നിയമം 80C പ്രകാരം 1.50 ലക്ഷം രൂപ വരെയുള്ള നികുതി ഇളവിന് NPSലെ നിക്ഷേപത്തിലൂടെ സാധിക്കും. NPSൽ മാത്രം 50,000 രൂപയുടെ അധിക നികുതി ഇളവും നേടാം. എങ്ങനെ NPSൽ ചേരാം? നിങ്ങളുടെ പാൻ, ആധാർ ഇവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ എന്നിവയുമായി ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കുകളുടെയോ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെയോ ബ്രാഞ്ച് സന്ദർശിച്ച് NPSൽ അംഗമാകാം. അല്ലാതെ ഓൺലൈനായും ചേരാം. ഇതിനായി NPS വെബ്സൈറ്റ് സന്ദർശിക്കുക. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കൈവശമുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം 1.34 കോടി പ്രവാസി ഇന്ത്യക്കാരാണുള്ളത്. ഇതിൽ തന്നെ 66% ഗൾഫ് രാജ്യങ്ങളിലാണ്. ഏതാണ്ട് 88 ലക്ഷം പ്രവാസികൾ. ബാക്കിയുള്ളവരായിട്ട് USA, UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങി മറ്റ് വിദേശ രാജ്യങ്ങളിലാണ്. നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയത്. മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.